ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പുമായിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗിയർ വയർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിനായിട്ട് 3mm സൈസിൽ വരുന്ന ഗിയർ വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2mm സൈസിൽ വരുന്ന കുറച്ച് ബീഡ്സും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഷെയ്ഡ്സ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതിനായിട്ട് ചെറിയൊരു പീസ് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ബീഡ്സ് ഇതിലൂടെ ഒന്ന് കോർത്ത് കൊടുക്കാം. ആദ്യം ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. അത് അതിൻ്റെ എൻഡ് വശത്താക്കി മാറ്റി വെച്ചിട്ട് ഒരു സൈഡിലൂടെ 2 ബീഡ് കോർത്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഒരു സൈഡിലൂടെ 2 ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം മറ്റേ വശത്തുള്ള ഗിയർ വയർ അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഒരു ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ അതിനുശേഷം 2 ബീഡ് ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ 3 ബീഡ് കോർത്ത് കൊടുക്കണം. ഒരു വശത്തൂടെ ആയിട്ട് ഗിയർ വയറിൻ്റെ ഒരു വശത്തൂടെ ആയിട്ട് 3 ബീഡ്സ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം സെയിം പ്രോസസ്സ് തന്നെ മറ്റേ വശത്തുള്ള ഗിയർ വയർ ആ ഒരു 3 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കൂടുതലായിട്ടും മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ആദ്യം ഒരു ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ 2 ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ 3, ശേഷം 4. നമ്മൾ 4 വരെയാണ് പോകുന്നത്. അതിനുശേഷം വീണ്ടും 3, 2, 1 അങ്ങനെ സെയിം റിപ്പീറ്റ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഗിയർ വയർ ബീഡ്സിൻ്റെ ഉള്ളോട്ട് ഗിയർ വയർ ഇട്ട് കൊടുത്തതിന് ശേഷം 2 വശത്തായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം. ടൈറ്റായിട്ട് വലിക്കുമ്പോൾ മാത്രമേ അതവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ബീഡ്സ് കുറച്ചൊന്ന് ലൂസായി കിടക്കും. അത് പിന്നീട് ഊരി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈറ്റായിട്ടൊന്ന് വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ടൊന്ന് ലോക്കായി നിന്നോളും. അപ്പോൾ നമ്മൾ 4 ബീഡ്സ് വരെ കോർത്തെടുത്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് വെച്ചല്ലോ. അതിന് ശേഷം നമ്മൾ വീണ്ടും 3, 2 പിന്നെ 1 എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 ബീഡ്സ് കോർത്തെടുത്തതിന് ശേഷം വീണ്ടും 3 ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ലോക്ക് ചെയ്യാം. പിന്നെ 2 പിന്നെ 1 എന്ന രീതിയിൽ ഇതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ബീഡ് കൂടെ കോർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആ 2 ഗിയർ വയർ ബാലൻസ് വന്നിട്ടുള്ള ആ 2 ഗിയർ വയറും തമ്മിൽ 2-3 തവണ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പെറ്റലായിട്ട് ലീഫിൻ്റെ ഷേപ്പിലുള്ള ഒരു പെറ്റലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പെറ്റൽസ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് 2 ഷെയ്ഡ്സിലുള്ള കുറച്ചധികം പെറ്റൽസ് തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ വേറൊരു ഷെയ്ഡിൽ വരുന്ന ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കും എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പെറ്റൽസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഷെയ്ഡ്സിലുമായിട്ട് ഏകദേശം 6-7 പീസ് പെറ്റൽസ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലവറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 പെറ്റലും ബാക്കി നമുക്ക് ആ ഒരു ക്ലിപ്പിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പല ടൈപ്പ് ബീഡ്സ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ പെറ്റൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെയിം കളർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഡ്രോപ്പ് ബീഡ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ കുറച്ച് ഐറ്റംസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ആ ഒരു ഡ്രോപ്പ് ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള അത് സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ, അത് അതിന് ചുറ്റുമായിട്ട് വെച്ചിട്ട് ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇത് ഫ്ലവറാക്കി എടുക്കുന്ന സമയത്ത് സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഒരു ഡ്രോപ്പ് ബീഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഗിയർ വയറിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ഓരോ പെറ്റലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പെറ്റൽ വെച്ചതിന് ശേഷം ആ ഒരു ഗിയർ വയറിനോടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് 2-3 തവണ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പെറ്റൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഓരോ പെറ്റലും ആക്കിയിട്ട് അടക്കി വെച്ച് കൊടുക്കാം. ഒരു 5 പീസ് പെറ്റലാണ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഗിയർ വയറൊക്കെ തമ്മിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷെ ഒരു തവണ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് റിപ്പീറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കുറച്ച് കൂടെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ 2 ഫ്ലവേഴ്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബാരറ്റ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, അഥവാ സെൻറ്റർ ക്ലിപ്പ്. ഇനി ഇതല്ലെങ്കിൽ ഹെയർ ബാൻഡിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, നൈലോൺ ബാൻഡിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഈ ഒരു സെൻറ്റർ ക്ലിപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഒട്ടിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ചെറിയൊരു പീസ് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ബാരറ്റ് ക്ലിപ്പിൻ്റെ സെയിം അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഫ്ലവർ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഈ ഒരു ഫ്ലവർ ഇറക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് അതവിടെ ഉറപ്പിച്ച് നിർത്താം. നമ്മൾ ഗിയർ വയറിൽ ചെയ്തെടുത്തതാണല്ലോ, അപ്പോൾ അതവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തായി തന്നെ മറ്റൊരു ഹോൾ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 2ാമത്തെ ഫ്ലവർ കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. രണ്ടും അടുത്തടുത്തായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള ഒരു പെറ്റൽസും അതുപോലെ തന്നെ ബീഡ്സ് വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ആ ഒരു ഫെൽറ്റ് ഷീറ്റ് കാണാത്ത വിധത്തിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാലൻസ് വന്നിട്ടുള്ള പെറ്റൽസൊക്കെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള ബീഡ്സ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഐറ്റംസൊക്കെ അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുമുണ്ട്. അതിനുശേഷം ഇത് അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ 2 ബട്ടർഫ്ലൈസ് കൂടെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓർഗൻസ ക്ലോത്തിൽ വരുന്ന 2 ബട്ടർഫ്ലൈസ് ഉണ്ട്. അത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ആ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർഫ്ലൈസ് കൂടെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പെറ്റൽസും അതുപോലെ തന്നെ ബീഡ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഗിയർ വയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു ബാരറ്റ് ക്ലിപ്പിൻ്റെ മുകളിൽ ഈ ഒരു ഫ്ലവർ പീസ് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. B7000 വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഒട്ടുന്നത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതാ ആ ഒരു ബാരറ്റ് ക്ലിപ്പിൻ്റെ സെൻറ്റർ പോർഷനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ലുക്കുള്ള നല്ല എലഗൻറ്റ് ലുക്കുള്ള ഒരു ഐറ്റം കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ബീഡ്സൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു രീതിയിലല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബാൻഡിലോ നൈലോൺ ബാൻഡിലോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് സെൻറ്റർ ക്ലിപ്പിലൊന്ന് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.